Hey there, what's up? Is this your first time watching my videos? Then welcome to the Tasty Tracks. My name is Neetu Joseph. ഇന്ന് നമുക്ക് പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ? പയർ മെഴുക്കുവരട്ടി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം എൻ്റെ മനസ്സിലോട്ട് വരുന്നത് നല്ല കുനുകുനാന്ന് അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത് നല്ല എണ്ണയ്ക്കകത്തി മൂപ്പിച്ചെടുത്ത് പയർ മെഴുക്കുവരട്ടിയുടെ കൂടെ ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പിയാണ്. എൻ്റെ അമ്മ അങ്ങനെയാണ് ഉണ്ടാക്കി തരുന്നത്. എൻ്റെ അമ്മ ഒരു നല്ല കുക്കും കൂടെയാണ്. അതുപോലെ ജോന് പയർ മെഴുക്കുവരട്ടി ഭയങ്കര ഇഷ്ടമാണ്. ജോൻ്റെ അമ്മയും അടിപൊളി കുക്കാണ്. എന്നാൽ ഞാൻ ഒരു ബാക്ക് സ്റ്റോറി പറഞ്ഞു തരട്ടെ. നമ്മളിവിടെ കാനഡയിൽ വന്നിട്ട് ഒരു 5 കൊല്ലമായിട്ടുണ്ട്. ഈ 5 കൊല്ലത്തിൽ എപ്പോൾ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടെങ്കിലും പോലും നമ്മൾ പയർ കണ്ടാലും അത് പിക്ക് ചെയ്യാറില്ലായിരുന്നു. അതിന് പകരം വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് ആയിരുന്നു വീട്ടിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈയിടയ്ക്ക് പോയപ്പോൾ എന്തായാലും പയർ എടുത്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്ന് പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ഞാൻ വിചാരിച്ചു why not share it with all of you, because this is a simple, easy and delicious recipe. Any beginner or bachelors can easily make it at home. അപ്പം ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കുവാണേലും വെരി മിനിമലാണ്. അപ്പം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ. ഇതിന് ഞാനൊരു പാനിനകത്തിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും കടുക് പൊട്ടിച്ചിട്ട് കരിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് നല്ലപോലെ സ്റ്റർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഷാലറ്റ്സ് ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇച്ചിരി മഞ്ഞളും ഇട്ട് സ്റ്റർ ചെയ്തതിന് ശേഷം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലോങ് ബീൻസ് ഇതിനകത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 8 to 10 minutes വേവിക്കുന്നുണ്ട്. ഇതിനകത്തിൽ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒരു 2 tablespoon മതിയാവും. എന്നിട്ട് നമ്മുടെ ഈ കളർ ഒന്ന് ഓളിവ് ഗ്രീനിലോട്ട് മാറി വീഴുമ്പോഴത്തേക്കും നമുക്കറിയാം ഇത് കുക്കായെന്ന്. 2-3 തവണ സ്റ്റർ ചെയ്ത് സെർവ് ചെയ്യാം. ഇത് ചപ്പാത്തിയുടെ കൂടെ റൈസിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അല്ലാതെ സാലഡ് പോലെ അതായിട്ട് കഴിക്കണമെങ്കിലും it's too good. So do give it a try and let me know how you like it, and subscribe my channel for more such videos.